Today's topic is expression for pressure of an ideal gas, derivation of the kinetic gas equation. In the previous class, we studied about the kinetic theory of gases and their postulates. So, according to the kinetic theory, the pressure that a gas exerts is due to the elastic collisions of the gas molecules on the walls of the container. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ കൈനറ്റിക് തിയറി അതിൻ്റെ പോസ്റ്റുലേറ്റ്സ് ആണ് പഠിച്ചത്. അതിൽ 5th പോസ്റ്റുലേറ്റ് ആയിട്ട് പ്രഷർ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് പറഞ്ഞിട്ടുണ്ട്. എന്താണത്? പ്രഷർ ഉണ്ടാകുന്നത് ഗ്യാസ് കണ്ടെയ്നറിൻ്റെ വോൾസിൽ മോളിക്യൂൾസിൻ്റെ ഇലാസ്റ്റിക് കൊളിഷൻസ് ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? പ്രഷർ ഉണ്ടാകുന്നത്. Consider a cube which contains n molecules of gas, each having mass m. n molecules contain ചെയ്തിട്ടുണ്ട്, each having mass m. Moving randomly with a considerable range of velocities. ഒരു ക്യൂബ് അതിൽ m മാസുള്ള n നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസൻ്റ് ആണ്. അതെല്ലാം എന്ത് ചെയ്യണം? റാൻഡംലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൺസിഡർ എ സിംഗിൾ മോളിക്യൂൾ ഹാവിങ് എ വെലോസിറ്റി c. ഒരു സിംഗിൾ മോളിക്യൂളിനെ കൺസിഡർ ചെയ്യാണ്. സിംഗിൾ മോളിക്യൂള് ഹാവിങ് വെലോസിറ്റി c. അപ്പോൾ ഈ ഒരു വെലോസിറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? 3 കമ്പോണൻ്റ് ആക്കിയിട്ട് റിസോൾവ് ചെയ്യാം. ദിസ് വെലോസിറ്റി ക്യാൻ ബി റിസോൾവ്ഡ് ഇൻ ടു 3 components: Cx, Cy, Cz. 3 components ആക്കിയിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാം. Cx, Cy, Cz. So we can write C is equal to Cx square plus Cy square plus Cz square. C is equal to Cx square plus Cy square plus Cz square. This is the first equation. ഒരു ക്യൂബ് അതിൽ n number of molecules present ആണ്, each having the mass m. Then consider a single molecule having velocity c. Then velocity c can be resolved into 3 components. x-ൻ്റെ, y-ൻ്റെ, z-ൻ്റെ കമ്പോണൻസ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെലോസിറ്റിനെ റിസോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? c is equal to, അതായത് സിംഗിൾ മോളിക്യൂൾസിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ Cx സ്ക്വയർ പ്ലസ് Cy സ്ക്വയർ പ്ലസ് Cz സ്ക്വയർ, എക്സ് കമ്പോണൻറ്റിൻ്റെ സ്ക്വയർ പ്ലസ് y കമ്പോണൻറ്റിൻ്റെ സ്ക്വയർ പ്ലസ് z കമ്പോണൻറ്റിൻ്റെ സ്ക്വയർ. അതായിരിക്കും എന്ത്? ആ മോളിക്യൂളിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കൺസിഡർ ഇറ്റ്സ് മോഷൻ ഇൻ ദി എക്സ് ഡിറക്ഷൻ ടുവേർഡ്സ് ദി ഫേസ് എ. ഫേസ് എ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മളെ എക്സ് ഡയറക്ഷനിലുള്ള അതിൻ്റെ മോഷൻ കൺസിഡർ ചെയ്യാണ്. ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. ഇവിടെ ക്യൂബിൻ്റെ എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. അപ്പോൾ കൺസിഡർ ഇറ്റ്സ് മോഷൻ ഇൻ ദി എക്സ് ഡിറക്ഷൻ ടുവേർഡ്സ് ദി ഫേസ് എ ഓഫ് ദി ക്യൂബ്. എക്സ് ഡയറക്ഷനിലുള്ള മോഷൻ കൺസിഡർ ചെയ്യാണ്. ഇറ്റ് വിൽ സ്ട്രൈക്ക് എ വിത്ത് എ മൊമെൻറ്റം mcx. മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ mv അല്ലേ? അപ്പോൾ എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പം ഈ ഫേസ് എനെ അത് ഏത് മൊമെൻറ്റത്തിലാണ് സ്ട്രൈക്ക് ചെയ്യുക? ഇറ്റ് വിൽ സ്ട്രൈക്ക് വിത്ത് എ മൊമെൻറ്റം mcx. So the molecule will strike the face A with a momentum mcx. മോളിക്യൂൾ ഇവിടെ സ്ട്രൈക്ക് ചെയ്യുന്നത് മൊമെൻറ്റം എന്ന് പറയുന്നത് mcx ആണ്. പക്ഷെ നമുക്കറിയാം കൊളിഷൻ ഈസ് ഇലാസ്റ്റിക് ആണ്. കൊളിഷൻ ഇലാസ്റ്റിക് കൊളിഷൻ ആകുമ്പം അതെന്ത് ചെയ്യും? റീബൗണ്ട് ചെയ്യും വിത്ത് സെയിം വെലോസിറ്റി. സോ ദ മൊമെൻറ്റം വിൽ ബി ദ മൈനസ് mcx. Since
ഇലാസ്റ്റിക് കൊളിഷൻ ആയതുകൊണ്ട് സെയിം വെലോസിറ്റിയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അത് റീബൗണ്ട് ചെയ്യും വിത്ത് എ മൊമെൻറ്റം മൈനസ് mcx. So the change in momentum is equal to, hence change in momentum is equal to mcx minus mcx. That is equal to mcx plus mcx. That will be equal to 2mcx. This is the equation number 2. Consider its motion in the x direction towards face A of the cube. It will strike A with a momentum mcx. അതായത് മോളിക്യൂൾ ഈ ഫേസ് ചെയ്യാൻ mcx മൊമെൻറ്റത്തിലാണ് ഹിറ്റ് ചെയ്യുന്നത്. ദെൻ അത് എന്ത് ചെയ്യും, ഇലാസ്റ്റിക് കൊളിഷൻ ആയതുകൊണ്ട് സെയിം മൊമെൻറ്റത്തിൽ അത് റീബൗണ്ട് ചെയ്യും. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് mcx മൈനസ് mcx. ദാറ്റ് ഈസ് ഈക്വൽ ടു 2mcx. നമ്മൾ പറഞ്ഞു ക്യൂബിൻ്റെ എഡ്ജ് ലെങ്ത് L ആണ്. അപ്പോൾ ഈ ഫേസ് എയിൽ എഗെയിൻ ഈ മോളിക്യൂൾ വന്ന് കൊളൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, 2L ആണ്. ഈ ഫേസ് എയിൽ ഉള്ള കൊളൈഡ് ചെയ്ത മോളിക്യൂള് എഗെയിൻ ഇവിടെ കൊളൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് L ഡിസ്റ്റൻസ് ഇങ്ങോട്ട് ദെൻ L ഇങ്ങോട്ട്, അപ്പോൾ 2L ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്യണം. 1 സെക്കൻഡിൽ ഇത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് cx ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് കൊളിഷൻസ് ഓൺ ഫേസ് എ പെർ സെക്കൻഡ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് കൊളിഷൻസ് ഓൺ ഫേസ് എ പെർ സെക്കൻഡ് ഇസ് ഈക്വൽ ടു എന്താണ്, cx/2L ആണ്. cx/2L. കൊളിഷൻ്റെ നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ cx/2L ചെയ്താൽ മതി. Thus the change in momentum per second is equal to, അതായത് ഒരു കൊളിഷൻ നടക്കുമ്പോഴുള്ള ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് എത്രയാണ്, 2mcx ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 2mcx ആണ്. അപ്പോൾ നമ്പർ ഓഫ് കൊളിഷൻസ് ഈ ഒരു സെക്കൻഡിൽ ഇവിടെ നടക്കുന്ന കൊളിഷൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്, cx/2L. അപ്പോൾ ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഒരു സെക്കൻഡ് പറയുന്നത് എന്താണ്, 2mcx ഇൻറ്റു cx/2L. The change in momentum per second. Momentum per second is equal to 2mcx into cx/2L. That is equal to 2 cancel out, cx square mcx square by L. mcx square by, that is equal to mcx square by L. This is equation 3 and this is the equation 4. Therefore total change in momentum per second due to the impact on the two opposite faces along x-axis is equal to, നമ്മൾ ഒരു ഫേസിലുള്ളത് എത്രയാണെന്ന് പറഞ്ഞത്, ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് mcx²/L ആണ്. അപ്പോൾ ടു ഓപ്പോസിറ്റ് രണ്ട് സൈഡ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എക്സ് ആക്സിസിലെ രണ്ട് ഫേസിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും, 2 × mcx²/L. mcx²/L ആണ് ഒരു ഫേസിൽ ഉണ്ടാവുന്ന ചേഞ്ച് നമുക്കറിയാം. അങ്ങനെ ആകുമ്പം രണ്ട് സൈഡ്സിനെയും കൺസിഡർ ചെയ്യുമ്പം ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ്, 2mcx²/L.
L. This is the fifth equation. അപ്പോൾ ഇത് എക്സ് ആക്സിസിലുള്ള മൊമെൻറ്റമാണ്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് അനലോഗസ് ആയിട്ട് വൈ ആക്സിസും എക്സ് ആക്സിസും എടുക്കാം. അപ്പോൾ ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം per molecule per second is equal to equal to 2 mc x square by L plus ഇനി y component ആണെങ്കിലോ 2 mc y square by L plus 2 mc z square by L. ഇതിൽ കോമൺ ആയിട്ടുള്ളതാണ് എന്ത് 2m/L എന്ന് പറയുന്നത്. അത് നമുക്ക് പുറത്തേക്ക് എടുത്താൽ 2m/L ഇൻറ്റു cx സ്ക്വയർ പ്ലസ് cy സ്ക്വയർ പ്ലസ് cz സ്ക്വയർ. നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ പറഞ്ഞിട്ടുണ്ട് cx സ്ക്വയർ പ്ലസ് cy സ്ക്വയർ പ്ലസ് cz സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്, c ആണ് അല്ലേ, സിക്ക് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, 2m ഇതിന് പകരം c കൊടുക്കാം ഡിവൈഡഡ് ബൈ L. ഇവിടെ ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം പെർ മോളിക്യൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 2mc സ്ക്വയർ ബൈ L. 2mc square by L. Let the individual velocities of molecules 1 to n be respectively c1, c2, cn. അതായത് 1 to n മോളിക്യൂൾസ് ഉണ്ട്. അതിൽ ഓരോന്നിൻ്റെയും വെലോസിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റിൻ്റെ c1 ആണ്, സെക്കൻഡ് 2, തേർഡ് c3, അങ്ങനെ പോയിട്ട് cn വരെ ആണെന്ന് കൺസിഡർ ചെയ്യാണ്. Then total change in momentum per second for n molecules is equal to, ഒന്നിനുള്ളത് നമുക്കറിയാം 2mc സ്ക്വയർ ബൈ L ആണ്. അപ്പോൾ 1 2 3 n മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് 2mc1 സ്ക്വയർ ബൈ L പ്ലസ് 2mc2 സ്ക്വയർ ബൈ L പ്ലസ് എക്സെട്ര. നെക്സ്റ്റ് 2mc3 സ്ക്വയർ ബൈ L വരും. ലാസ്റ്റ് 2mcn സ്ക്വയർ ബൈ L, n സ്ക്വയർ ബൈ L. 2m/L പുറത്തേക്ക് എടുത്താൽ 2m/L c1 സ്ക്വയർ പ്ലസ് c2 സ്ക്വയർ പ്ലസ് എക്സെട്ര cn സ്ക്വയർ. സോ ഈ ഇക്വേഷനെ നമ്മൾ n/n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. n/n എന്ന് പറഞ്ഞാൽ 1 ആണല്ലേ, അപ്പോൾ ഇതിൽ മാറ്റങ്ങളൊന്നും വരില്ല. n/n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മുകളിലും n വരും, താഴെയും n വരും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 2mn/L into c1 square plus c2 square plus etc cn square by n. അങ്ങനെ കിട്ടും. That is equal to 2mn u square by L. ഇവിടെ u സ്ക്വയർ എന്ന് പറഞ്ഞാൽ c1 സ്ക്വയർ പ്ലസ് c2 സ്ക്വയർ പ്ലസ് cn സ്ക്വയർ ബൈ n, where u square is equal to c1 square plus c2 square plus etc cn square divided by n.
This is known as, here u square is known as mean square velocity. u square എന്ന് പറയുന്നതാണ് എന്ത്, mean square velocity. mean square velocity. അപ്പോൾ ഇതിൻ്റെ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റിൻ്റെ റൂട്ട് എടുക്കുകയാണെങ്കിൽ root of u square is equal to u. This is called root mean square velocity. root mean square velocity. Total change in momentum per second is equivalent to force F. നമുക്കറിയാം ചേഞ്ച് ഇൻ മൊമെൻറ്റം പെർ സെക്കൻഡ് പറയുന്നത് ഫോഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്താ കിട്ടിയത്, അത് ഫോഴ്സിന് ഇക്വേറ്റ് ചെയ്യാം. 2mn u square by L. സോറി, ഇക്വേഷൻ നമ്പർ ഇടാൻ മറന്നു പോയിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. For a cube with 6 faces, total area is equal to 6L square. L square ആണ് ഒരു ഫേസിൻ്റെ, അങ്ങനെ 6 ഫേസ് ഉണ്ടാവും. ദെൻ വോളിയം V is equal to L ക്യൂബ്. എ ആണെങ്കിൽ എ ക്യൂബ്, ഇവിടെ L ആയതുകൊണ്ട് L ക്യൂബ്. സോ ഗ്യാസ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ F by A. ദാറ്റ് ഇസ് ഈക്വൽ ടു എഫിന് ഈ വാല്യൂ കൊടുക്കുക, എക്ക് 2mn u square by L ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താണ്, ഡിവൈഡഡ് ബൈ എ അല്ലേ, 6, അവിടെ എന്ന് തന്നെ എഴുതാം. ഇതിനെ മാറ്റി എഴുതാണ് 2mn u square by 6L ക്യൂബ്. ക്യാൻസൽ ചെയ്താൽ ഇവിടെ 3 വരും. ഈക്വൽ ടു mn u square by 3L ക്യൂബ്. L ക്യൂബ് എന്താണ്, V ആണ്. L ക്യൂബ് പറയുന്നത് V ആണ്. അപ്പം എങ്ങനെ എഴുതാം, P is equal to mn u square by 3V. അപ്പോൾ വീനെ ഇങ്ങോട്ട് എടുത്താൽ PV is equal to 1/3mn u square. This equation is known as the kinetic gas equation. This equation is known as the kinetic gas equation.